അൻസിയുടെ ദുരന്തം ഉൾക്കൊള്ളാനാകാതെ കൊടുങ്ങല്ലൂർ. മൃതദേഹം ന്യൂസിലൻഡിൽ സംസ്കരിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് അൻസിയുടെ കുടുംബം. കേന്ദ്ര വിദേശകാര്യ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഇടപെടലും ആവശ്യം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ചല്ല, CBI അന്വേഷണത്തെയും നേരിടാൻ തയ്യാറെന്ന് UNA. ത്രികോണ മത്സരത്തിനൊരുങ്ങി തൃശൂർ ലോക്സഭാ മണ്ഡലം. മണ്ഡലം നിലനിർത്താൻ രാജാജിയും തിരിച്ചുപിടിക്കാൻ പ്രതാപനും രംഗത്ത്. BJP സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. പെരുവനം പൂരത്തിന് പരിസമാപ്തിയായി. ഐതിഹ്യ പെരുമ കൊണ്ടും മേളപ്പെരുമ കൊണ്ടും ആസ്വാദകരെ വിരുന്നൂട്ടിയാണ് പൂരം പൊട്ടിക്കലാശിച്ചത്. ആറാട്ടുപുഴ തറക്കൽ പൂരം തിങ്കളാഴ്ച. തത്വമസി കുറിത്തട്ടിപ്പിനിരയായവർ കൂട്ടായ്മ രൂപീകരിച്ചു. തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ തീരുമാനം. കടുത്ത ചൂടിൽ തീരമേഖലയെ അടക്കമുള്ള ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ തീപിടുത്തം വ്യാപകം. തുടർക്കഥയാകുന്ന അഗ്നിബാധയിൽ വെള്ളം കുടിച്ച് അഗ്നിശമനസേന. അൻസിയുടെ ദുരന്തം ഉൾക്കൊള്ളാനാകാതെ കൊടുങ്ങല്ലൂർ. മൃതദേഹം ന്യൂസിലൻഡിൽ സംസ്കരിക്കണമെന്ന ന്യൂസിലൻഡ് സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് അൻസിയുടെ കുടുംബം. ന്യൂസിലൻഡിനുണ്ടായ ഭീകരാക്രമണം കൊടുങ്ങല്ലൂരിന്റെ നെഞ്ചിൽ ചോര പൊടിക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ക്രൈസ്റ്റ് ചർച്ചിൽ വെള്ളിയാഴ്ചയിലെ ജുമാ നിസ്കാരം നടക്കുകയായിരുന്ന പള്ളിയിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് റെഡ് ക്രോസ് പുറത്തുവിട്ട കാണാതായവരുടെ പട്ടികയാണ് ആദ്യം ആശങ്ക സൃഷ്ടിച്ചത്. കൊടുങ്ങല്ലൂർ സ്വദേശിനിയും ന്യൂസിലാൻഡിലെ ലിൻകോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയുമായ അൻസിയുടെ പേരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ആക്രമണം നടന്ന വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 6 മണിയോടെ നാട്ടിലേക്ക് വന്ന അൻസിയുടെ ഭർത്താവ് നാസറിന്റെ ഫോൺ വിളിയിലായിരുന്നു ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ. വെടിവയ്പ്പിനിടയിൽ കാലിന് പരിക്കേറ്റ അൻസി ആശുപത്രിയിലാണെന്നായിരുന്നു സന്ദേശം. ശനിയാഴ്ച ഉച്ചവരെ ആ വിശ്വാസത്തിലായിരുന്നു അൻസിയുടെ മാതാവും സഹോദരനും നാസറിന്റെ കുടുംബവും പിടിച്ചു നിന്നത്. എന്നാൽ വൈകുന്നേരമായതോടെ പ്രതീക്ഷ അസ്ഥാനത്തായി. അൻസിയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പെത്തിയതോടെ നാട് നടുങ്ങി, പിന്നെ തേങ്ങി. വിവരമറിഞ്ഞ് കൊടുങ്ങല്ലൂർ TKS പുരത്തുള്ള അൻസിയുടെ വീട്ടിലേക്കും മാടവന തിരുവള്ളൂരിലുള്ള നാസറിന്റെ വീട്ടിലേക്കും ബന്ധുക്കളും നാട്ടുകാരും ഒഴുകിയെത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്ന ഇന്നസെന്റ് MP അടക്കമുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അൻസിയുടെ വീട്ടിലെത്തി. ആശ്വാസവാക്കുകൾക്ക് മുന്നിൽ കണ്ണീരടക്കാൻ അൻസിയുടെ ബന്ധുക്കൾക്കായില്ല. അപ്പോൾ അബ്ദുൽ നാസർ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെ കുടുംബത്തിൻ്റെയും ഉമ്മയുടെയും സഹോദരൻ്റെയും തീരുമാനം. അപ്പോൾ ആ മുറയ്ക്ക് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്മുടെ ബന്ധപ്പെട്ടിരുന്നു. നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നാക്കാമെന്ന് പറഞ്ഞിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായി ജനപ്രതിനിധികൾ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുവെങ്കിലും തീരുമാനം വൈകുമെന്ന സൂചനയാണ് ലഭിച്ചത്. തങ്ങളുടെ പ്രിയപ്പെട്ടവളുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലാണ് അൻസിയുടെ കുടുംബവും നാടും. ബിടെക് കഴിഞ്ഞ് MTech എടുക്കാൻ വേണ്ടി ന്യൂസിലൻഡിലേക്ക് പോയി. ഇവിടുന്ന് ലോണൊക്കെ എടുത്താണ് പോയിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഏകദേശം MTech കഴിയാറായി. അപ്പോൾ അവിടെ ഹസ്ബൻഡും ചെറിയൊരു ഷോപ്പിൽ ജോലി ചെയ്യണം. കാര്യങ്ങളൊക്കെ ആയി. ഇപ്പം അങ്ങോട്ട് ഒരു ഡിസംബറിലൊക്കെ നാട്ടിലേക്ക് വരണം എന്നുള്ള കണ്ടീഷനിലാണ് ഇരുന്നിരുന്നത്. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നു. ഇന്നലെ നമ്മൾക്ക് മിഞ്ഞാന്ന് കിട്ടിയ വിവരം ചെറുതായിട്ടൊരു വെടിയേറ്റിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നലെ 5 മണിക്കാണ് നമുക്ക് കൺഫേം ആയത്. ലിൻകോൺ യൂണിവേഴ്സിറ്റിയിൽ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഭർത്താവ് നാസർ അവിടെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനും. 2 വർഷം മുൻപ് വിവാഹിതയായ അൻസി 1 വർഷം മുൻപാണ് ഭർത്താവുമൊത്ത് ന്യൂസിലാൻഡിലേക്ക് പോയത്. കണ്ണെത്താ ദൂരത്ത് നടന്ന ദുരന്തം കൊടുങ്ങല്ലൂരിന്റെ കണ്ണീരായി മാറിയതിലുള്ള നോവിലാണ് ഒരു നാടും നാട്ടാരും. TCV കൊടുങ്ങല്ലൂർ. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിയുടെ മൃതദേഹം കുടുംബാംഗങ്ങളുടെ ആഗ്രഹപ്രകാരം നാട്ടിലെത്തിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ചേരമാൻ മഹല്ല് കമ്മിറ്റി കേന്ദ്ര വിദേശകാര്യ വകുപ്പിനോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെട്ടു. അൻസിയുടെ ഭർത്താവ് അബ്ദുൾ നാസർ ന്യൂസിലാൻഡിൽ തികച്ചും അസ്വസ്ഥനാണെന്നും സർക്കാർ നടപടി അത്യന്താപേക്ഷിതമാണെന്നും കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി സുഷമ സ്വരാജിനയച്ച ഇമെയിൽ സന്ദേശത്തിൽ മഹല്ല് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാൻ സർക്കാർ എല്ലാ സഹായവും ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാറിനെ അറിയിച്ചു. നോർക്ക റൂട്ട്സ് വകുപ്പുകളുമായി നിരന്തര സമ്പർക്കത്തിലാണെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ ചെയ്യുമെന്നും സുനിൽകുമാർ MLA മഹല്ല് കമ്മിറ്റിക്ക് ഉറപ്പ് നൽകി.
യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ ഫണ്ട് തിരിമറിയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ചല്ല, CBI അന്വേഷണത്തെയും നേരിടാൻ തയ്യാറെന്ന് UNA. ക്രൈംബ്രാഞ്ച് SP ഷാജി സുഗുണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്തുക. 30 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് DGPയുടെ നിർദ്ദേശം. സംഘടനയുടെ ഫണ്ടിൽ നിന്നും 3.5 കോടി രൂപ ഭാരവാഹികൾ തട്ടിയെടുത്തെന്ന മുൻ വൈസ് പ്രസിഡന്റ് സിബി മുകേഷിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. അതേസമയം ആരോപണം ഉന്നയിച്ച സിബി മുകേഷിനെ 3 വർഷം മുൻപ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി സംഘടന പുറത്താക്കിയതാണെന്നും ഇതിനുള്ള വിദ്വേഷമാണ് ആരോപണത്തിന് പിന്നിലെന്നുമാണ് UNA നിലപാട്. കൃത്യമായി വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് ഇതെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് സംഘടനയുടെ വിശദീകരണം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. മണ്ഡലം നിലനിർത്താൻ രാജാജിയും തിരിച്ചുപിടിക്കാൻ പ്രതാപനും രംഗത്തിറങ്ങുമ്പോൾ BJPക്ക് ഇത് പ്രസ്റ്റീജ് പോരാട്ടമാണ്. പൂരനഗരിയിൽ ത്രികോണ പോരിനായിരിക്കും ഇത്തവണ സാക്ഷ്യം വഹിക്കുക. ഒല്ലൂർ MLA, ജനയുഗം എഡിറ്റർ, ഡൽഹി അടക്കമുള്ള ഇടങ്ങളിലെ പ്രവർത്തന പരിചയം, മികച്ച പ്രതിച്ഛായ എന്നിങ്ങനെയുള്ള പ്രത്യേകതകളാണ് LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിനെ ശ്രദ്ധേയനാക്കുന്നത്. സിറ്റിംഗ് MP CN ജയദേവന്റെയും KP രാജേന്ദ്രന്റെയും പേരുകൾ മറികടന്ന് പട്ടികയിൽ മൂന്നാമനായിരുന്ന രാജാജിയെ പാർട്ടി പൂരനഗരിയുടെ സാരഥിയാക്കാൻ തെരഞ്ഞെടുത്തതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കാനുള്ള ഓട്ടത്തിലാണ് രാജാജി. നാട്ടികയുടെ മനസ്സ് കീഴടക്കിയ പ്രതാപൻ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ജില്ലയിൽ തിരിച്ചടി നേരിട്ട പാർട്ടിയെ പ്രതാപത്തിലേക്ക് നയിക്കാനായി DCC പ്രസിഡന്റ് സ്ഥാനം പാർട്ടി പ്രതാപന് നൽകി. 2 തവണ നാട്ടികയിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് മത്സ്യത്തൊഴിലാളി സംഗമം നടത്തിയതടക്കമുള്ള സംഘാടന മികവും പ്രതാപന് ജനകീയ മുഖം നൽകുന്നുണ്ട്. എന്നാൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ. തുഷാർ വെള്ളാപ്പള്ളിയും K സുരേന്ദ്രനുമാണ് തൃശൂരിലേക്ക് തുടക്കം മുതലേ പരിഗണിക്കപ്പെട്ടവർ. ഇടയ്ക്ക് ടോം വടക്കന്റെ പേരും ഉയർന്നു കേട്ടു. ആര് സ്ഥാനാർത്ഥിയായാലും BJP തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ്. അതിനാൽ തൃശൂർ ലോക്സഭാ മണ്ഡലം 3 മുന്നണികളെ സംബന്ധിച്ചും പ്രസ്റ്റീജ് പോരാട്ടത്തിന് വേദിയാവുകയാണ്. തുല്യശക്തികളുടെ പോരാട്ട ഭൂമിയായി മാറുന്ന പൂരനഗരിയിലെ അങ്കത്തട്ടിൽ അരങ്ങേറുന്ന ത്രികോണ പോരാട്ടം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുമെന്ന് തീർച്ച. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായതോടെ TN പ്രതാപന്റെ കന്നി പാർലമെന്റ് അംഗത്തിനായുള്ള ഒരുക്കങ്ങൾ സജീവമായി. തൃശൂർ തട്ടകം തിരിച്ചുപിടിക്കുക എന്ന ദൗത്യമാണ് പാർട്ടി പ്രതാപനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ TN പ്രതാപനെ തൃശൂരിലെ സ്ഥാനാർത്ഥിയായി അണികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കഴിഞ്ഞതോടെ TN പ്രതാപൻ UDF സ്ഥാനാർത്ഥിയായുള്ള ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു. പ്രതാപന്റെ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏകീകരിക്കുന്നതിനുമായി DCCയിൽ നേതൃയോഗം ചേർന്നു. തൃശൂരിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി N വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറി V ബാലറാം, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, TV ചന്ദ്രമോഹൻ, NK സുധീർ, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KK കൊച്ചുമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. DCC ഭാരവാഹികൾ, KPCC അംഗങ്ങൾ, ബ്ലോക്ക് മണ്ഡലം തല ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട തൃശൂർ പാർലമെന്റ് സീറ്റ് ഇത്തവണ തിരിച്ചുപിടിക്കുകയാണ് തന്റെ കടമയെന്നും വിജയിക്കുമെന്ന് ഉത്തമ ആത്മവിശ്വാസമുണ്ടെന്നും TN പ്രതാപൻ പറഞ്ഞു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഉറപ്പായും ജയിക്കും. കാരണം കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് തൃശ്ശൂർ നഷ്ടപ്പെട്ടത്. അത് തിരിച്ചുപിടിക്കലാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും തൊഴിൽ മേഖലയും എല്ലാം തൃശ്ശൂരിൽ വളരെ വളരെ പരിതാപകരമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കീമുകൾ സമന്വയിപ്പിച്ച് തൃശ്ശൂരിൽ മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടി കൂടുതൽ ഒരു ഇനിഷ്യേറ്റീവായിരിക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ശനിയാഴ്ച രാത്രി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളും സജീവമായി. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ സീറ്റ് ഉറപ്പിക്കാൻ നീക്കവുമായി BJP. തൃശൂർ സീറ്റ് BDJSന് വിട്ടുനൽകുന്നതിനെതിരെ കടുത്ത സമ്മർദ്ദമാണ് BJPയിൽ നിന്ന് ഉയരുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രന് തൃശൂർ സീറ്റാണ് നേരത്തെ പരിഗണിച്ചിരുന്നത്. എന്നാൽ തൃശൂരിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂവെന്ന് BDJS നേതൃത്വം അറിയിച്ചതോടെയാണ് BJP സ്ഥാനാർത്ഥി പട്ടികയിൽ അനിശ്ചിതത്വം തുടരുന്നത്. അമിത്ഷാ, തുഷാർ വെള്ളാപ്പള്ളി കൂടിക്കാഴ്ചയിലെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകമാകുക. ഇടവേള കഴിഞ്ഞ് മറ്റു വാർത്തകൾ. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്.
വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. ഐതിഹ്യ പെരുമ കൊണ്ടും മേളപ്പെരുമ കൊണ്ടും സമ്പന്നമായ പെരുവനം പൂരം സമാപിച്ചു. ആറാട്ടുപുഴ ശാസ്താവും ഐക്കുന്ന് ഭഗവതിയും ചേർപ്പ് ഭഗവതിയും ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ പുലരോളം നീണ്ട പൂരച്ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി. രാത്രി 12 മണിക്ക് ശേഷം പെരുവനം ക്ഷേത്രമതിൽക്കകത്ത് നടന്ന വിളക്കാഘോഷത്തിൽ നെട്ടിശ്ശേരി, നാങ്കുളം, കോടന്നൂർ, ചിറ്റിച്ചാത്തക്കുടം, മേടംകുളം, കല്ലേലി, മാട്ടിൽ ശാസ്താക്കന്മാരും എടക്കുന്നി, തൈക്കാട്ടുശ്ശേരി, പൂനിലാർക്കാവ് ഭഗവതിമാരും പങ്കെടുത്തു. പഞ്ചാരിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകി. പുലർച്ചെ നടന്ന ചേർപ്പ് ഐക്കുന്ന് ഭഗവതിമാരുടെ കിഴക്കേ നടയിലെ എഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാർ പ്രമാണിയായി. നടവഴിയിലെ പഞ്ചാരിമേളത്തിന് ശേഷം പട്ടിണിശംഖ് മുഴക്കിയതിനു ശേഷം ഇരു ഭഗവതിമാരും തൊടുകുളത്തിൽ ആറാട്ട് നടത്തി. തുടർന്ന് ആറാട്ടുപുഴ ശാസ്താവും ഐക്കുന്ന് ഭഗവതിയും ചേർപ്പ് ഭഗവതിയും ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെയാണ് പെരുവനം പൂരത്തിന് പരിസമാപ്തിയായത്. ഭക്തിയുടെയും ആഘോഷത്തിന്റെയും സമന്വയമായ ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം തിങ്കളാഴ്ച ആഘോഷിക്കും. തറയ്ക്കൽ പൂരത്തിന് എഴുന്നള്ളുന്ന ശാസ്താവ് 9 ഗജവീരന്മാരുടെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയോടെ തെക്കോട്ടഭിമുഖമായി അണിനിരക്കും. ഭക്തർ കൂട്ട പറനിറയ്ക്കൽ ആരംഭിക്കുന്നതോടെയാണ് പൂരത്തിന് തുടക്കമാകുക. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AB മോഹനൻ പറനിറച്ചുകൊണ്ട് തുടക്കം കുറിക്കും. ഉരുട്ടുചിണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, കുറുങ്കുഴലിൽ വെളപ്പായ നന്ദനനും, വീക്കംചിണ്ടയിൽ തലൂർ പീതാംബരന്മാരാരും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ മണിയാമ്പറമ്പിൽ മണിനായരും ശാസ്താവിന്റെ തറയ്ക്കൽ പൂരത്തിന്റെ പാണ്ടിമേളത്തിന് പ്രമാണിമാരാകും. 150-ൽ പരം കലാകാരന്മാർ പാണ്ടിമേളത്തിന് അണിനിരക്കും. തറയ്ക്കൽ പൂരത്തിന് മിഴിവേകി ഊരകത്തമ്മ തിരുവടിയും തൊട്ടിപ്പാൾ ഭഗവതിയും എഴുന്നള്ളും. ഊരകത്തമ്മ തിരുവടിക്ക് മേളവും തൊട്ടിപ്പാൾ ഭഗവതിക്ക് പഞ്ചവാദ്യവുമാണ് അകമ്പടിയാകുക. പാണ്ടിമേളത്തിന് ശേഷം 3 ദേവീദേവന്മാരും സംഗമിക്കും. എഴുന്നള്ളിപ്പുകൾക്ക് മധ്യത്തിലായി പായയും മുണ്ടും വിരിച്ച് ചേങ്ങില വെച്ച് അരി നിറച്ച് തിരുമേനിമാർ വട്ടമിട്ടിരിക്കും. 3 ക്ഷേത്രങ്ങളിലെയും അടിയന്തരക്കാർ 9 തവണ ശംഖ് വിളിച്ച് വലന്തലയിൽ മേളം കൊട്ടിവെച്ചതിനു ശേഷം തൊട്ടിപ്പാൾ ഭഗവതിയും ഊരകത്തമ്മ തിരുവടിയും ശാസ്താവിന് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് തറയ്ക്കൽ പൂരത്തിന് പരിസമാപ്തിയാകുക. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേക്കരയിലെത്തിയ തൃപ്രയാർ തേവർക്ക് പഞ്ചവാദ്യത്തോടെ ഭക്തരുടെ വരവേൽപ്പ്. വൈകിട്ട് നിയമവെടിക്ക് ശേഷം സ്വന്തം പള്ളിയോടത്തിലാണ് തേവർ പുഴ കടന്നത്. രാമൻകുളം ആറാട്ടും സമുദായമഠം പറയും കഴിഞ്ഞ തേവർ ഞായറാഴ്ച രാവിലെയാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയത്. തുടർന്ന് കൊട്ടാരത്തിൽ പറയെടുത്ത് ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കി. വൈകിട്ട് നിയമവെടിക്ക് ശേഷം ചേങ്ങിലപ്പുറത്ത് തിടമ്പ് വെച്ച് ഓലക്കുട ചൂടിയ തേവർ പള്ളിയോടത്തിൽ എഴുന്നള്ളി. കുടശാന്തി തേവരുടെ കോലം പിടിച്ചു. ക്ഷേത്രക്കടവിലും കിഴക്കേ നടക്കടവിലും ചിരാതും കർപ്പൂരവും തെളിയിച്ച് ഭക്തർ തേവരെ കാത്തുനിന്നു. തേവരുടെ വരവറിയിച്ച് ഇരുകരകളിൽ നിന്നും ശംഖനാദം ഉയർന്നതോടെ തൃക്കോൽ ശാന്തി പള്ളിയോടം തുഴഞ്ഞു. പള്ളിയോടത്തിൽ തേവർ പുഴ കടക്കുന്നത് കാണാൻ ഇരുകരകളിലുമായി 100 കണക്കിന് ഭക്തർ നാമമന്ത്രജപം ഉരുവിട്ടു നിന്നു. കിഴക്കേ നടയിലെത്തിയ തേവർക്ക് മണ്ഡപത്തിൽ ഇറക്കിപ്പൂജയും ആചാര വെടിയും നൽകി. കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റിയുടെ സുവർണമുദ്ര ആവണങ്ങാട്ട് കളരി മഠാധിപതി AU രഘുരാമ പണിക്കർ മേളകലാകാരൻ കുമ്മത്ത് നന്ദകുമാറിന് സമർപ്പിച്ചു. തുടർന്ന് 3 ആനകളോടെ എഴുന്നള്ളിയ തേവർക്ക് വൈക്കം ചന്ദ്രന്മാരാർ നയിച്ച പഞ്ചവാദ്യത്തോടെ സ്വീകരണം നൽകി. ദേവസ്വം കൊമ്പൻ അരുണയ്യപ്പൻ തേവരുടെ കോലം വഹിച്ചു. തൃപ്രയാർ ശരവണരാജൻ നയിച്ച പാണ്ടിവാദ്യവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. തുടർന്ന് ക്ഷേത്രം ഊരായ്മക്കാരായ ചേലൂർ, പുന്നപ്പിള്ളി, ജ്ഞാനപ്പിള്ളി ഇല്ലങ്ങളിലേക്ക് തേവർ എഴുന്നള്ളി. പുന്നപ്പിള്ളി മനയിലെ പറയെടുപ്പിന് ശേഷം തേവർ മുറ്റിച്ചൂർ കൊട്ടാരത്തിലും പറയെടുക്കും. TCV തൃപ്രയാർ. തീരദേശത്ത് നിന്നും കോടികൾ പിരിച്ചെടുത്ത ശേഷം ഉടമ മുങ്ങിയതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തത്വമസി കുറിയിൽ പണം നഷ്ടപ്പെട്ടവർ ഒത്തുചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചു. കയ്പമംഗലം, പുതിയകാവ്, കൊടകര, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട പ്രദേശങ്ങളിലുള്ളവരാണ് 3 പീടികയിൽ ഒത്തുചേർന്നത്. കുറിക്കമ്പനി ഉടമ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു ഒത്തുചേരൽ. 10,000 മുതൽ ലക്ഷങ്ങൾ വരെ നഷ്ടപ്പെട്ടവരാണ് ഇവർ. 700ഓളം പേർ പങ്കെടുത്ത യോഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും നിയമപരമായ നടപടികൾക്കുമായി കമ്മിറ്റിയും രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ്, ജില്ലാ കളക്ടർ, പോലീസ് സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു. കുറിയിലേക്ക് പിരിവ് നടത്തിയിരുന്ന ഏതാനും ഏജന്റുമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ചെറായി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തത്വമസി കുറീസ് 1.5 വർഷം മുൻപാണ് പൂട്ടിയത്.
60 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് വിവരം. RK മുഹമ്മദ് ഫൈസൽ, PM ഷക്കീർ, ഹനീഫ, TS നജീബ്, സുബിൻ, സോമൻ, നിസാർ, ഹൈറുന്നീസ, സൗമ്യ തുടങ്ങിയവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. കിണറ്റിൽ വീണ 8 വയസ്സുകാരനെ സാഹസികമായി രക്ഷിച്ച് 16 വയസ്സുകാരൻ. ബംഗാൾ സ്വദേശിയായ ശിവ ശങ്കറാണ് ബന്ധുകൂടിയായ മീട്ടു എന്ന കുരുന്നിന് രക്ഷകനായത്. അയ്യന്തോൾ ചുങ്കത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന മീട്ടു എന്ന് വിളിപ്പേരുള്ള ത്രിസാൻ പ്രമാണി എന്ന 8 വയസ്സുകാരനാണ് കിണറിന്റെ ഗ്രില്ലിനിടയിലൂടെ അബദ്ധത്തിൽ കിണറ്റിൽ വീണത്. 40 അടി താഴ്ചയുള്ള കിണറിൽ മീട്ടു വീണത് കണ്ടയുടനെ ശിവശങ്കർ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. എന്നാൽ മീട്ടുവിനെ വെള്ളത്തിൽ നിന്നും പൊക്കിയെടുത്തെങ്കിലും പുറത്തെടുക്കാൻ കഴിയാതെ ശിവശങ്കർ പ്രയാസപ്പെടുകയായിരുന്നു. ഇവരുടെ അയൽവാസിയായ തമിഴ്നാട് സ്വദേശിയാണ് കിണറ്റിലിറങ്ങി ഇരുവരെയും പുറത്തെടുത്തത്. കൽക്കത്തയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശിവശങ്കർ. സ്വർണ്ണപ്പണിക്കാരനായ മീട്ടുവിന്റെ കുടുംബത്തോടൊപ്പം കൽക്കത്തയിൽ നിന്നും വിരുന്നു വന്നതാണ് ശിവശങ്കർ. കിണറ്റിൽ നിന്നും പുറത്തെടുത്ത മീട്ടുവിനെ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷമാണ് മദർ ആശുപത്രിയിൽ എത്തിച്ചത്. മീട്ടു അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. വടൂക്കരയിൽ റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ അധികൃതർക്കും കോർപ്പറേഷനും ഭീമ ഹർജി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. വടൂക്കരയിലെ സന്മാർഗദീപം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിലുള്ള ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് മേൽപ്പാലത്തിനു വേണ്ടി വാദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും കോർപ്പറേഷൻ അധികൃതർക്കും ഭീമഹർജി നൽകുന്നതിനായി ഒപ്പുശേഖരണം നടത്തി. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി PD സോമൻ ഹർജിയിൽ ഒപ്പിട്ടുകൊണ്ട് ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സന്മാർഗദീപം ഗ്രാമീണ വായനശാല പ്രസിഡന്റും ജനകീയ കൂട്ടായ്മ കൺവീനറുമായ തിലകൻ കൈപ്പുഴ, ജനകീയ കൂട്ടായ്മ ചെയർമാനും ഡിവിഷൻ കൗൺസിലറുമായ PC ജ്യോതിലക്ഷ്മി, TV സുനിൽകുമാർ, NK ജയൻ, CP പ്രമോദ്, മുഹമ്മദ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയുടെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് തൃശൂർ ടൗണിൽ പ്രവേശിക്കാതെ കളക്ടറേറ്റിലേക്കും വാടാനപ്പള്ളി, ഗുരുവായൂർ, കുന്നംകുളം എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്നതിനുള്ള സമാന്തര മാർഗം കൂടിയായ വടൂക്കര ലെവൽ ക്രോസിലൂടെ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. വർഷങ്ങളായി മേൽപ്പാലത്തിന് വേണ്ടിയുള്ള ആവശ്യമുയരുന്നുണ്ടെങ്കിലും ഇതുവരെയും അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഭീമഹർജിയുമായി മുന്നോട്ട് വരുന്നതെന്ന് സന്മാർഗദീപം വായനശാല പ്രസിഡന്റും ജനകീയ കൂട്ടായ്മ കൺവീനറുമായ തിലകൻ കൈപ്പുഴ പറഞ്ഞു. വടൂക്കരയിൽ ഒരു റെയിൽവേ മേൽപ്പാലം പണിയെന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. ഈ ആവശ്യത്തിന് പലപ്പോഴും പല സംഘടനകളും നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമരരംഗത്തേക്ക് കടന്നു വരികയാണ്. വടൂക്കര ലെവൽ ക്രോസ് വഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് റെയിൽവേ സർവേ നടത്തിയിരുന്നു. ഗതാഗത തിരക്ക് കണക്കിലെടുത്ത് ഈ ഗേറ്റിനെ സ്പെഷ്യൽ ഗേറ്റായാണ് റെയിൽവേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഹനങ്ങളുടെ എണ്ണം കണക്കിലെടുത്താലും റെയിൽവേ മാനദണ്ഡമനുസരിച്ച് മേൽപ്പാലം പണിയാമെന്ന് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു. മേൽപ്പാലം പണിയുമെന്ന സാധ്യത മുൻനിർത്തി ഈ പ്രദേശത്തെ നിരവധി സ്ഥലങ്ങൾ വർഷങ്ങളായി മരവിപ്പിച്ചിട്ടുമുണ്ട്. എത്രയും പെട്ടെന്ന് വടൂക്കരയിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ജനകീയ കൂട്ടായ്മയുടെ ആവശ്യം. TCV ന്യൂസ് തൃശൂർ. വീണ്ടും ഇടവേള. നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. മോളെ, ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകളിലേക്ക്. തൃപ്രയാർ സ്റ്റാൻഡിന് സമീപം സ്വകാര്യ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. നാട്ടിക രാമൻകുളം സ്വദേശി കുന്നത്ത് വെക്കാട്ട് വീട്ടിൽ 50 വയസ്സുള്ള ഭാസ്കരൻ നായരാണ് മരിച്ചത്. തൃപ്രയാർ സെന്ററിലെ ഉല്ലാസ് ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം.
വീട്ടിൽ നിന്ന് തൃപ്രയാറിലെ ഹോട്ടലിലേക്ക് സൈക്കിളിൽ വരുന്നതിനിടെ ബസ് സ്റ്റാൻഡിന് മുൻപിൽ വെച്ചായിരുന്നു അപകടം. സ്വകാര്യ ബസ് ദേശീയപാതയിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് കയറുന്നതിനിടെ മുൻപിലുണ്ടായിരുന്ന സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് റോഡിൽ തലയിടിച്ചു വീണ ഭാസ്കരൻ നായരെ ആക്സ് പ്രവർത്തകർ ഉടൻ തന്നെ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃപ്രയാർ തൃശൂർ റൂട്ടിലോടുന്ന ശില്പി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം വാക്ക് തർക്കത്തിനിടെ ഓട്ടോ ഡ്രൈവർക്ക് കുത്തേറ്റു. മരോട്ടിച്ചാൽ സ്വദേശി ജിബിൻ ജോയ്ക്കാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തും ഓട്ടോ ഡ്രൈവറുമായ നെല്ലിക്കുന്ന് സ്വദേശി അനീഷിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റൊരു സുഹൃത്ത് നെല്ലങ്കര സ്വദേശി മഹേഷിന് കൈക്ക് പരിക്കേറ്റു. മൂവരും ചേർന്ന് മദ്യപിക്കുന്നതിനിടെയുണ്ടായ വാക്ക് തർക്കത്തിനിടെ അനീഷ് അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ജിബിൻ ജോയിയെ കുത്തുകയായിരുന്നു. അനീഷിനെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് മഹേഷിന് പരിക്കേറ്റത്. 19-ാം തീയതി വരെ തീരദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കടൽ പ്രക്ഷുബ്ധമാകാനും വൻ തിരമാലകൾ ഉയരാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട്, കർണാടക തീരങ്ങളിൽ 1.8 മീറ്റർ മുതൽ 2.2 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തീരദേശവാസികളും മത്സ്യബന്ധന തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യമമായ സ്വീപ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കെഎസ്ആർടിസി ബസ്സുകളിൽ സ്വീപ് പോസ്റ്ററുകൾ പതിച്ചു. കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ബസ്സിനുള്ളിൽ സ്വീപ് പോസ്റ്റർ പതിച്ചുകൊണ്ട് കളക്ടർ ടി വി അനുപമ പ്രചരണത്തിന് തുടക്കമിട്ടു. അസിസ്റ്റന്റ് കളക്ടർ പ്രേംകൃഷ്ണൻ, സ്വീപ് സെൽ നോഡൽ ഓഫീസർ പി ഡി സിന്ധു, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സുജ വർഗീസ്, എൻ ജി സ്മിത, കെ രവിചന്ദ്രൻ, കെഎസ്ആർടിസി ഇൻസ്പെക്ടർ കെ മോഹൻദാസ് തുടങ്ങിയവർ ബസ്സുകളിൽ സ്വീപ് പോസ്റ്ററുകൾ പതിച്ചു. വോട്ട് നമ്മുടെ അവകാശം എന്ന തലക്കെട്ടുമായുള്ള പോസ്റ്ററുകളിൽ ഹരിത തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കുക എന്ന നിർദ്ദേശവുമുണ്ട്. സർക്കാരിന് കീഴിലുള്ള വാഹനങ്ങളിലും സ്വീപ് പോസ്റ്ററുകൾ പതിക്കും. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ അനൗപചാരിക പ്രചരണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിലെത്തിയ സ്ഥാനാർത്ഥി പ്രധാന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞ അൻസിയുടെ വീട്ടിലെത്തിയ ബെന്നി ബെഹനാൻ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. തുടർന്ന് ചേരമാൻ ജുമാ മസ്ജിദിലെത്തിയ ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി, അഡ്മിനിസ്ട്രേറ്റർ ഇ ബി ഫൈസൽ എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ഡിസിസി സെക്രട്ടറി ടി എം നാസർ, മണ്ഡലം പ്രസിഡന്റ് വി എം ജോണി, ഡിസിസി മെമ്പർ അഡ്വക്കേറ്റ് വി എം മുഹിയുദ്ദീൻ എന്നിവർ ബെന്നി ബെഹനാനോടൊപ്പം ഉണ്ടായിരുന്നു. ടിസിവി ന്യൂസ് ക്യാമ്പയിൻ കത്തുന്ന സൂര്യൻ, ഉരുകുന്ന ഭൂമി. കടുത്ത ചൂടിൽ ജില്ലയിൽ വിവിധയിടങ്ങളിൽ തീപിടുത്തം വ്യാപകമാകുന്നു. അഗ്നിബാധ വ്യാപകമാകുമ്പോൾ വെള്ളം കുടിക്കുന്നത് അഗ്നിശമന സേനയാണ്. വേനൽ കടുത്തതോടെ ജില്ലയിൽ തീപിടുത്തം വ്യാപകമാവുകയാണ്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ദിവസേന നിരവധി തീപിടുത്തമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചെറുതും വലുതുമായിട്ടുണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ വലയുന്നത് ജില്ലയിലെ അഗ്നിശമന സേനാ അംഗങ്ങളാണ്. ഉണങ്ങിയ പുല്ലിനും പാടത്തുമാണ് ഭൂരിഭാഗം തീപിടുത്തങ്ങളും ഉണ്ടാകുന്നത്. ചൂടിന്റെ കാഠിന്യം കൂടിയതും ശക്തമായ കാറ്റും തീ പടരുന്നതിന് കാരണമാകുന്നുണ്ട്. പട്ടിക്കാട് പൂവഞ്ചിറ വനമേഖലയിലും വിലങ്ങൻകുന്ന് പാടശേഖരങ്ങൾ എന്നിവിടങ്ങളിലും അഗ്നിബാധ ഭീഷണി സൃഷ്ടിച്ചിരുന്നു. വേനൽ കനത്തതോടെ തീരമേഖലയിൽ അഗ്നിബാധ പതിവായി മാറുകയാണ്. കൊടുങ്ങല്ലൂർ ഫയർ സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 15-ലധികം തീപിടുത്തങ്ങളാണ് ഉണ്ടായത്. ഞായറാഴ്ച മാത്രം 3ഇടങ്ങളിൽ അഗ്നിബാധയുണ്ടായി. ഒരേ സമയം 2ഇടത്ത് തീ പടർന്നതിനെ തുടർന്ന് മാള ഫയർ സ്റ്റേഷന്റെ സഹായം തേടേണ്ടി വന്നു. വെയിലിനൊപ്പം സാമൂഹ്യവിരുദ്ധരും തീപിടുത്തത്തിന് കാരണമാകുന്നുണ്ട്. അഴീക്കോട് മുനക്കലിൽ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം ഒരാഴ്ചയ്ക്കിടയിൽ 2 തവണ തീപിടുത്തമുണ്ടായി. പുറമേ നിന്നുമെത്തി തമ്പടിക്കുന്നവരാണ് ഇവിടെ തീയിടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മറ്റു പലയിടങ്ങളിലും അശ്രദ്ധ മൂലമോ ബോധപൂർവമോ തീപിടുത്തമുണ്ടാകുന്നുണ്ട്. ഒരേ സമയം വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ എത്തിപ്പെടാനാകാതെ ഫയർഫോഴ്സ് വലയുകയാണ്. നിസ്സാരമായ തീപിടുത്തത്തിനു പോലും ഫയർഫോഴ്സിന്റെ സഹായം തേടുന്നവർ ഈ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ നിസ്സാരമായ സംഭവങ്ങൾക്ക് ഫയർഫോഴ്സിന്റെ സേവനം തേടുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശവും അധികൃതർ മുന്നോട്ടുവയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് ടിസിവി. ലോക ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ റാണി മേനോൻസ് ഐ ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ വെളിച്ചം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി നടത്തി. ഗുരുവായൂർ ടൗൺഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ വി എസ് രേവതി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്, അഡ്മിനിസ്ട്രേറ്റർ എസ് വി ശിശിർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. റേഡിയോളജിസ്റ്റ് ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ കെ പി വിനോദ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം രതി, കൗൺസിലർ ടി കെ സ്വരാജ്, മെറിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു.
വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർമാരായ റാണി മേനോൻ, ഗോപാൽ എസ് പിള്ള, ലക്ഷ്മി മോഹൻ, ശോഭ രമേശ്, ശാരിക മേനോൻ എന്നിവർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം 5 പേരടങ്ങുന്ന കുടുംബത്തിന് ഉപയോഗിക്കാവുന്ന ഫാമിലി പ്രിവിലേജ് കാർഡ് നൽകി. കാർഡ് ഉപയോഗിച്ച് 2 മാസത്തെ സൗജന്യ നേത്ര പരിശോധന നടത്താം. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി നൃത്ത മത്സരവും ഒരുക്കിയിരുന്നു. വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. CLC കൊട്ടേക്കാട് ഫൊറോനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച CLC ദിനാഘോഷം ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. കൊളങ്ങാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന സമ്മേളനത്തിൽ CLC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡിൽജോ തരകൻ, അമൽ ഫ്രാൻസിസ്, ജിസോ ലോനപ്പൻ, സി മോളി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. അയ്യന്തോളിൽ ഫ്ളാറ്റിനുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിന് സമീപത്തെ ചുങ്കത്ത് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന 63 വയസ്സുള്ള സുധീഷ് ബാബുവാണ് മരിച്ചത്. റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരനായ ഇയാൾ കുടുംബവുമായി പിരിഞ്ഞ് തനിച്ച് താമസിച്ചു വരികയായിരുന്നു. ഫ്ളാറ്റിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ മറ്റ് താമസക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 5 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. നാടകപ്രവർത്തകനും പ്രക്ഷേപണ കലാകാരനുമായിരുന്ന ചിത്രമോഹന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കണിമംഗലത്ത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വലിയാലിക്കൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ചിത്രമോഹനെക്കുറിച്ച് സുഹൃത്തുക്കളുടെ ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ചിത്രേട്ടൻ എന്ന പുസ്തകം നാടക ചലച്ചിത്ര പ്രവർത്തകയായ കലാലയം രാധ പ്രകാശനം ചെയ്തു. മേയർ അജിത വിജയൻ, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, നടൻ TG രവി തുടങ്ങിയവർ പങ്കെടുത്തു. സൂര്യ തേജസ്സോടെ വിളങ്ങുന്ന നടവരമ്പിലെ സൂര്യകാന്തി തോട്ടം കാണാൻ കാഴ്ചക്കാർ ഏറുന്നു. കേരളത്തിൽ സുലഭമല്ലാത്ത സൂര്യകാന്തി കൃഷിയിൽ വീണ്ടും 100 മേനി കരസ്ഥമാക്കുകയാണ് നടവരമ്പിലെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിത്തുൽപാദന കേന്ദ്രം. കഴിഞ്ഞ വർഷവും ഇവിടെ സൂര്യകാന്തി കൃഷി ഇറക്കിയിരുന്നു. സൂര്യ തേജസ്സോടെ വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി തോട്ടം കാണാൻ വഴിയാത്രക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ് ഇവിടെ. ഏകദേശം 30 സെന്റ് സ്ഥലത്താണ് കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കി സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. സൂര്യകാന്തിയുടെ 10,000-ലധികം തൈകളാണ് ഇവിടെ നട്ടത്. വിത്തിന്റെ ലഭ്യത നോക്കി കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കുമെന്ന് ജീവനക്കാർ പറഞ്ഞു. വേലൂർ പള്ളി സ്ഥാപകനും പുത്തൻപാന രചയിതാവും മഹാകവിയുമായിരുന്ന അർണോസ് പാദ്രിയുടെ ചരമവാർഷികം ദേശീയ സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം PV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ 3 ദിവസങ്ങളിലായാണ് ത്രിസന്ധ്യ എന്ന പേരിൽ പരിപാടി ഒരുക്കുന്നത്. ഫാദർ ജോൺസൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ യേശുദാസ്, പ്രൊഫസർ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പാന അർണോസ് കലാകേന്ദ്രയുടെ നാടകം അവതരിപ്പിച്ചു. തൃശൂർ അതിരൂപതയുടെ ഇടവകകളെ പങ്കെടുപ്പിച്ച് പുത്തൻപാന സംഘഗാന ആലാപന മത്സരവും നടത്തി. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ത്രിസന്ധ്യ 2ാം ദിനം ഉദ്ഘാടനം ചെയ്യും. വേലൂർ ഫൊറോന പള്ളി വികാരി ജോൺസൺ ഐനിക്കൽ അധ്യക്ഷനാകും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. അൻസിയുടെ ദുരന്തം ഉൾക്കൊള്ളാനാകാതെ കൊടുങ്ങല്ലൂർ. മൃതദേഹം ന്യൂസിലാൻഡിൽ സംസ്കരിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് അൻസിയുടെ കുടുംബം. കേന്ദ്ര വിദേശകാര്യ വകുപ്പും മുഖ്യമന്ത്രിയും ഇടപെടണമെന്ന് ആവശ്യം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ചല്ല CBI അന്വേഷണത്തെയും നേരിടാൻ തയ്യാറെന്ന് UNA. ത്രികോണ മത്സരത്തിനൊരുങ്ങി തൃശൂർ ലോക്സഭാ മണ്ഡലം. മണ്ഡലം നിലനിർത്താൻ രാജാജിയും തിരിച്ചുപിടിക്കാൻ പ്രതാപനും രംഗത്ത്. BJP സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. പെരുവനം പൂരത്തിന് പരിസമാപ്തിയായി. ഐതിഹ്യ പെരുമ കൊണ്ടും മേളപ്പെരുമ കൊണ്ടും ആസ്വാദകരെ വിരുന്നൂട്ടിയാണ് പൂരം കൊട്ടിക്കലാശിച്ചത്. ആറാട്ടുപുഴ തറക്കൽ പൂരം തിങ്കളാഴ്ച. തത്വമസി കുറിത്തട്ടിപ്പിനിരയായവർ കൂട്ടായ്മ രൂപീകരിച്ചു. തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ തീരുമാനം. കടുത്ത ചൂടിൽ തീരമേഖലയടക്കമുള്ള ജില്ലയുടെ വിവിധയിടങ്ങളിൽ തീപിടുത്തം വ്യാപകം. തുടർക്കഥയാകുന്ന അഗ്നിബാധയിൽ വെള്ളം കുടിച്ച് അഗ്നിശമന സേന. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.